ഇപ്പോഴത്തെ ഈ വെയിലത്ത് എത്ര സൺസ്ക്രീൻ ഇട്ട് പോയാലും ടാൻ അടിക്കാത്തവരായിട്ട് ചുരുക്കം ചേര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ ടാനൊക്കെ മാറി ഫേസ് നല്ല അടിപൊളിയായിട്ടിരിക്കാനുള്ള അടിപൊളി ഫേസ് പാക്ക് പറഞ്ഞുതരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഇവിടെ കേട്, പിന്നെ ഇത് കാട്ടുമഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളും പച്ചമഞ്ഞളും നല്ല ഇതൊരു കാട്ട് മഞ്ഞളാണ്. ഇത് എനിക്കറിയത്തില്ല എല്ലാവർക്കും ഇത് അവൈലബിൾ ആണെന്നുള്ളത്. ഈ പുരയിടത്തൊക്കെ കാണും. മീൻസ് നമ്മുടെ മറ്റേ ഇഞ്ചിയില്ലേ, ഇഞ്ചി പറയുന്നത്, മാങ്ങ ഇഞ്ചി, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് കണക്കിരിക്കുന്നൊരു മഞ്ഞളാണ് ഇത്. യൂഷ്വലി മഞ്ഞ കളറിലല്ല ഉണ്ടാകുന്നത്. ഇതിൻ്റെ കളർ വ്യത്യാസം, ഒരു പച്ച ഒരു കൈൻഡ് ഓഫ് കളർ. ഇത് ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്ന സാധനം അടിപൊളിയാണ്. കസ്തൂരി മഞ്ഞളിനേക്കാളും നമ്മുടെ പച്ചമഞ്ഞളിനേക്കാളും നമ്മുടെ ഫേസിന് ഏറ്റവും അടിപൊളി സാധനമാണ് ഈ ഒരു മഞ്ഞൾ. ആൻഡ് പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ കുറച്ച് കോഫി പൗഡറിൻ്റെ അളവ് കൂടി പോരും. അപ്പോൾ പിന്നെ ഫേസൊക്കെ വെറ്റാക്കി വന്നിട്ടുണ്ട്. നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇത് കഴുത്തിലും കയ്യിലും കൂടി അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ്. ഇത് ഫുള്ളായിട്ട് പാക്ക് ഡ്രൈ ആവരുത്. അങ്ങനെ ഡ്രൈ ആയിക്കോട്ടെ. നമ്മൾ ഒരു 50 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഫേസ് പാക്കിൽ കുറച്ച് ഈർപ്പം ഉള്ള ടൈമിൽ തന്നെ ഇത് വാഷ് ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടില്ല, കണ്ടോ, ജസ്റ്റ് ഒരു ഡ്രൈനെസ് ഉള്ളൂ. കയ്യിലും അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. സോ അത് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. നല്ലൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് ക്യാമറ എത്രത്തോളം അറിയാൻ കഴിയുമെന്ന് അറിയത്തില്ല. നേരിട്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരും ഈ ഒരു പാക്കറ്റ് കഴിയുമ്പോഴത്തേക്കും. കയ്യിലും അത്യാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ കയ്യിലെത്തത് ഉണ്ട്. നല്ല രീതിക്ക് കുറേ മുന്നേ ഉള്ളൊരു ടാനാണ്. അതൊന്നും അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല. സോ കുറച്ചുകൂടെയൊക്കെ എനിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കണ്ടു ഗൈസ്, അതിലൊരു ഗ്ലോ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.